ഇസ്രായേൽ കുടിയേറ്റവും ഉപരോധവും കാരണം വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന രാജ്യമാണ് ഫലസ്തീൻ. ഫലസ്തീൻ ജനതയെ തുടക്കം മുതൽ തന്നെ ഏറ്റവുമധികം സഹായിക്കുന്ന രാജ്യമാണ് ഖത്തർ. അറബ് രാഷ്ട്രങ്ങളുടെ സഹായം ആവശ്യപ്പെടുന്നതിന്റെ ഭാഗമായാണ് ഫലസ്തീൻ പ്രധാനമന്ത്രി റാമി ഹംദല്ല ഖത്തറിലെത്തിയത്. $150 മില്യൺ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് ആൽ താനിയോട് ആവശ്യപ്പെട്ടതെന്നും അത് നൽകാൻ അമീർ തയ്യാറായതായും ഹംദല്ല വ്യക്തമാക്കി. نتوقع أن يكون هنالك $150 مليون مساعدة. نتوقع لغاية الآن يعني هنالك وعود سمو الأمير في الأمس. മതിയായ ഇന്ധനമില്ലാത്തതിനാൽ ഗസയിലെ ഏക പവർ പ്ലാന്റ് കഴിഞ്ഞ മാസം അടച്ചുപൂട്ടിയിരുന്നു. വെസ്റ്റ് ബാങ്കിലെയും ഗസയിലെയും 1,70,000-ഓളം ഉദ്യോഗസ്ഥർക്ക് ശമ്പളം നൽകുന്നതിനും ഫലസ്തീൻ അതോറിറ്റി വലിയ തോതിൽ കഷ്ടപ്പെടുകയാണ്. കഴിഞ്ഞ മാസം പാരീസിൽ ഖത്തർ വിദേശകാര്യമന്ത്രി ഖാലിദ് അൽ അത്തിയയും US സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കരീം തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഫലസ്തീൻ ധനസഹായത്തെക്കുറിച്ച് ധാരണയായിരുന്നു. ഈ വർഷാവസാനത്തോടെ $500 മില്യൺ സമാഹരിക്കാൻ കഴിഞ്ഞാലേ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂവെന്ന് ഹംദുല്ല കൂട്ടിച്ചേർത്തു. റമീസ് ചാത്തിയാറ, മീഡിയ 1, ദോഹ.